ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞാൻ ഇന്ന് പോയ ട്രിപ്പും സ്ഥലമൊക്കെയാണ് കേട്ടോ. ഈ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഈ ട്രിപ്പ് എന്ന് വെച്ചാൽ എൻ്റെ ട്രക്കിംഗ് വീഡിയോയിൽ, ദുബൈയിൽ നിന്നുള്ള ട്രക്കിംഗ് വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ ആണ്. അതായത് അതും ദുബൈയിൽ നിന്ന് സ്ഥലമേക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 6-7 ദിവസം പിടിക്കും. അത് എടുത്ത് പറയാൻ കാരണം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയിട്ട് പോവാണ്. റിട്ടയർമെൻറ്റ് ഞാൻ സ്വയം എഴുതി കൊടുത്ത് പോകുന്നതാണ്. കമ്പനി ഒരുപാട് എന്നോട് പ്രസ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മതി എന്നുള്ള 20 വർഷത്തെ ലോങ് പീരീഡിന് ശേഷം ഒരേ ഒരു കമ്പനി, ട്രൈസ്റ്റാർ എന്ന കമ്പനി, 20 വർഷം ഞാൻ ജോലി ചെയ്ത കമ്പനിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് പറയാനുള്ളത്, ട്രക്കിംഗ് വീഡിയോയിൽ ദുബൈയിൽ നിന്നുള്ള ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റേത്. പിന്നെ ബാക്കി വിശേഷങ്ങളുള്ള നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ പോകുന്ന പാക്കിങ് അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. അതിന് ശേഷമുള്ള വീഡിയോകൾ ചിലപ്പോൾ ട്രക്കിംഗ് ആയിരിക്കില്ല, ചിലപ്പോൾ ഞാൻ ബസ് ഫീൽഡിൽ പോകും. അങ്ങനെ പല പ്ലാനുകളുണ്ട്. പിന്നെ ചെറിയ ചെറിയ വണ്ടികളുടെ കാറുകളുടെ വീഡിയോ ഇടുന്നതായിരിക്കും. കാറുകളുടെ റിവ്യൂ, ഈ ഫോർ സെയിൽ, അങ്ങനെ ചില പദ്ധതികൾ മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ വീഡിയോ ഇത്തിരി ലോങ് വീഡിയോ ആയിരിക്കും. കാരണം ട്രക്കിംഗ് വീഡിയോയിൽ UAE നിന്നുള്ള ലാസ്റ്റ് വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. അവർ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ ഞാൻ റിക്വസ്റ്റായിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂട്ടത്തിൽ കാര്യം കൂടി പറയുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഒരു ചാനലും കൂടി ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ആ ചാനലിൻ്റെ പേര് രേഖാസ് കിച്ചൺ വേൾഡാണ്, രേഖാസ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാനിപ്പോൾ നിലവിലുള്ളത് ഒമാനിലാണ്. ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ സലാല പോയിട്ട് വന്നു. വീണ്ടും എൻ്റെ ട്രിപ്പ് സലാലയ്ക്ക് തന്നെയാണ്. ഇപ്രാവശ്യം പ്രത്യേകത ഉണ്ട്. എൻ്റെ ഇപ്രാവശ്യം ഞാൻ കൊണ്ട വണ്ടി വലിയ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് രാവിലെ വീഡിയോ അവിടെ നടക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ദുബൈയിൽ നടക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒമാൻ്റെ ബോർഡർ നടക്കാമെന്ന് വിചാരിച്ചു. നിലവിൽ ഞാൻ ഒമാൻ്റെ ബോർഡറാണ്. ഇവിടെ എമിഗ്രേഷൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കൂടുതൽ പുതിയ ഡ്രൈവറുണ്ട്. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ പോയിക്കണം. അപ്പോൾ അവന് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ കുറച്ച് ഫോർമാലിറ്റി ഉണ്ട്. ഫസ്റ്റ് ആയിട്ട് ഫോം വേണം. അപ്പോൾ സാധാരണ നമ്മുടെ എയർപോർട്ട് പോലെ ഒരു ഫോം ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യണം. ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ള വണ്ടി നേരത്തെ വലിയ വണ്ടിയാണ്, സൗകര്യങ്ങൾ വണ്ടിയാണ്, നല്ല ക്യാബിനൊക്കെ കൊടുത്തത് വലിയ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ ബാക്കിയുള്ള വീഡിയോ വിശേഷങ്ങളൊക്കെ വലിയ പറയാം. ഇന്ന് പോണ ട്രിപ്പ് ഞാൻ സലാല സീ പോർട്ടിലേക്ക് തന്നെയാണ്. ഓക്കെ, ഹത്ത ബോർഡറിലേക്ക് പോകുമ്പോഴുള്ള മലനിരകളാണ് കാണുന്നുണ്ട്. ഞാൻ മുന്നേ പലപ്പോഴും എടുത്തിട്ടുണ്ട്, പക്ഷെ മുന്നെടുത്ത ഭാഗങ്ങളല്ല ഈ കാണുന്നത്. ഇത് ഈ വലിയ വലിയ മലകൾ വെട്ടി തുറന്നിട്ടാക്കിയിട്ടുള്ള റോഡാണ് കേട്ടോ. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. വലിയ വലിയ മലകളായിരുന്നു. ഇത് പുതിയ റോഡാണ്. ഏകദേശം തോന്നുന്നു 2 വർഷമായിട്ട് ഓപ്പൺ ആക്കിയിട്ട്. ദുബായ് ഹത്തയിലേക്ക് പോണ റോഡാണിത്. ഹത്ത ബോർഡറിലേക്ക്, ബോർഡറിന് അപ്പുറം ക്രോസ് ചെയ്ത് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന മലകൾ. റൈറ്റ് സൈഡിലുള്ള റോഡിൽ വൈറ്റും റെഡായിട്ട് മാർക്ക് ചെയ്ത് വെച്ചത് അതിനോട് ചേർന്ന റൈറ്റ് മാർക്കിട്ട് ഏതെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഫെയിലർ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ കൺട്രോൾ കിട്ടാൻ ചെയ്യണം. ഈ വൈറ്റും റെഡുള്ള ആ ലൈൻ കൂടെ പോയിട്ട് റൈറ്റ് സൈഡിലൊരു കയറ്റം കാണാം. റൈറ്റ് സൈഡിലൊരു കയറ്റം കാണാം, കണ്ടില്ലേ? ആ കയറ്റത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റണം. ഇടിക്കല്ല, അത് ആയിരിക്കും പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നേരെ പോയിട്ട് അവിടെ കയറുന്നുള്ളൂ. കണ്ടില്ലേ, ഒരു മതിൽ പോലെ ആ വണ്ടി അവിടെ കയറുന്നുള്ളൂ. വണ്ടി അപ്പോൾ ഒരു വലിയ അപകടമാവും. അതിനാണ് ഈ സാധനം ആ റോഡിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് UAE ഗൾഫ് ഫണ്ടിൽ ഈ UAE മാത്രമുള്ളൂ, ഈ മാത്രമുള്ളൂ. ഇത് അധികം ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലോ കാനഡ, അമേരിക്ക, ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ പല വീഡിയോ ട്രക്ക് ഡ്രൈവേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ അത്.
റൈറ്റ് സൈഡിൽ കാണുന്നത് ഹത്ത ഡാമാണ് കേട്ടോ. ഹത്ത ഡാം ഞാൻ പല വീഡിയോകളും പറഞ്ഞത്, ചില വീഡിയോ അത്ര ക്ലാരിറ്റി ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് കുറച്ച് ക്ലാരിറ്റി ആയിട്ട് എടുക്കാൻ പറ്റി. ഈ റൈറ്റ് സൈഡിൽ ഹത്ത ഡാം കേട്ടോ. ആളുകൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ ഈ ഹത്തയിലേക്ക് വരേണ്ട ഒരു ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ഹത്ത ഡാം കാണാനും ക്യാമ്പിങ്ങിനൊക്കെ വരേണ്ട ഒരു ഏരിയ ആണ്. ഡാം ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഈ ഭാഗത്താണ്. ഈ ക്യാമ്പിംഗ് ഒക്കെ ഈ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. ഈ റൈറ്റ് സൈഡിലാണ് ഈ ക്യാമ്പിംഗ് ഒക്കെ നടത്തുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഹത്തവാദി ക്ലബ്, ഇവിടെ ബോർഡൊക്കെ സൈൻ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഹത്ത മൗണ്ടൻ ബൈക്ക് ട്രെയിൽ ഈ റൈറ്റ് സൈഡിൽ കേട്ടോ. നേരത്തെ കാണിച്ച ഹത്തയുടെ ഡാമിന്റെ വേറൊരു ഭാഗം കൂടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഹത്ത ഡാമിന്റെ വേറൊരു ഭാഗം കൂടി ഇതാണ് കേട്ടോ. ഒന്നാൻ്റെ വജാജ ബോർഡർ ഞാൻ മുന്നത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്ര ക്ലാരിറ്റി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ പാത്തും പതിയിരിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഇതിനുള്ളിൽ ശരിക്കും അലൗഡല്ല. ഒരുവിധ സ്പോട്ടിനുള്ളൊന്നും ഈ വീഡിയോ എടുക്കാൻ അലൗഡല്ല. അപ്പോൾ ഈ ഭാഗത്തൊന്നും ക്യാമറ കാണില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോയിലത് എടുത്തത് മാത്രം. ഞാൻ ഈ ബോർഡറിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് കുറച്ചുകൂടെ പണികളുണ്ട്. ഏജൻറ്റിൻ്റെ അടുത്ത് പോകണം, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ചെയ്യാണ്ട്. അത് കഴിഞ്ഞിട്ട് വരാം. ഇതാണ് വണ്ടിയുടെ എൻ്റെ ഉൾവശം. നല്ല ബെർത്തൊക്കെ ഉള്ള വണ്ടിയാണ് ഇത്. ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. ഈ വണ്ടിയിലെ പല സ്കാനിയ മാൻ, ഈ വണ്ടിയുടെ പേര് മാനാണ്. കിടക്കാനൊക്കെ. അപ്പോൾ ഞാൻ 3 ട്രിപ്പ് കണ്ടിന്യൂ കൊടുത്ത ചെറിയ വണ്ടിയായിരുന്നു. അത് ഇത്തിരി വളരെ അസൗകര്യം ഉണ്ടായിരുന്നു നമുക്ക് ഉറങ്ങാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇതെൻ്റെ വീട്ടിൽ ഞാൻ കൊടുത്ത ഫുഡ് കേട്ടോ. ഇതെൻ്റെ വൈഫ് എനിക്ക് ഇന്നേക്കും നാളേക്കായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയെന്നല്ല. അത് നൂലപ്പം, മുട്ട റോസ്റ്റ്, അതുകൂടാണ്ട് മീൻകറി, ചോറ്. ഇതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസുമതിയുടെ ബ്രൗൺ റൈസാണ്. അതിൻ്റെ മുകളിലൊരു ഫിഷ് ഫ്രൈ ഉണ്ട്. അപ്പോൾ ആൾ കുത്തി അമർത്തി വെച്ചിട്ടുണ്ട് 2 ദിവസം കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തണുപ്പാറെ പെട്ടെന്ന് ഫുഡ് കേടുവരും. പെണ്ണെ വണ്ടിയിലൊക്കെ ഏസിയുള്ള കാരണം കുഴപ്പമില്ല. ഈ ബോർഡറിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ ഈ വജാജ ബോർഡറത്തെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു. ഞാനിവിടുന്ന് ഔട്ടാവാൻ പോവാണ്. വജാജ ബോർഡർ, അതായത് ഒമാൻ്റെ വജാജ ബോർഡറിൽ നിന്ന് ഞാൻ ഔട്ടാവാൻ നിൽക്കുകയാണ്. ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നേ കുറച്ച് ദൂരം കാണുന്നത് ഔട്ട് പോസ്റ്റാണ്. അവിടെ നിന്ന് ഔട്ടാവും. അപ്പോൾ ഇവിടുത്തെ എമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിയും. 4 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞാൻ അങ്ങനെ വണ്ടി ഹാൾട്ട് ചെയ്തു. ഒരു ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്ത ഭക്ഷണം ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. എൻ്റെ കമ്പനി ഒരു വണ്ടി കൂടി ഉണ്ട്, തൊട്ടപ്പുറത്തൊരു പിക്കപ്പ് കിടക്കുന്നുണ്ട്. ഞാൻ 2 കൂടി അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഇനി 12 മണിക്കൂർ ഡ്രൈവിംഗ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ശരിക്കും 10 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. 12 മണിക്കൂറാണ് കംപ്ലീറ്റ് സിസ്റ്റം. പക്ഷേ ഒരു 10 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അർജന്റ് ഡെലിവറിയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാം. വേറെ കുഴപ്പമില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്, സീ യു ടുമാറോ. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് വണ്ടി സൈഡാക്കി ഒരു 8 മണിക്കൂർ ഉറങ്ങി എണീറ്റു. ഉറക്കമൊക്കെ മതി. ഒരു 10 മണിക്കൂർ കഴിഞ്ഞ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു 9 മണിക്കൂർ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും ഞങ്ങൾ സാധാരണ സീപോർട്ട് പോകുമ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോകും. കാരണം ഈ ഷിപ്പിൻ്റെ ടൈം എപ്പോഴും നമുക്ക് ഷിപ്പ് നേരത്തെ കയറി വരാം, അല്ലെങ്കിൽ ലേറ്റ് ആവാം. അത് കാരണം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് എപ്പോഴും കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മീൻസ് അധികം വഴിയിലൊന്നും സമയം കളയാതെ അവർ റെസ്റ്റ് ടൈം ആയാലും 8 മണിക്കൂർ എന്തായാലും ഉറങ്ങും. ബാക്കി ചിലപ്പോൾ 9 മണിക്കൂറാകുമ്പോൾ എടുത്തു പോകും. 8 മണിക്കൂർ കിടന്നുറങ്ങി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 9 മണിക്കൂർ. ചില സമയത്ത് ഷിപ്പ് നേരത്തെ കയറുകയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എണീറ്റ് പോകും. അത് കാരണം എപ്പോഴും ഞങ്ങൾ ഏജൻറ്റായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഷിപ്പിൻ്റെ കാര്യങ്ങൾ അവരുടെ ബർത്തിങ് ടൈം അനുസരിച്ച് മുന്നോട്ട് വരാം. അപ്പോൾ ഒരു ഏകദേശം 400 കിലോമീറ്റർ വരെ കവർ ചെയ്തു. ഇവിടെ എന്താ പറയുക, ഈ സ്ഥലത്തിൻ്റെ പേര് റുസൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനത് കിടക്കുന്നത്. റുസൈൽ അത് ഈ മസ്കറ്റ് മെയിൻ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ അത് കുറച്ച് കവർ ചെയ്തു. രാത്രി ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ബാക്കി വഴിയേ പറയാം, ഓരോന്നായിട്ട്. ഓക്കെ. ഇന്നലെ രാത്രി അത് കിടന്ന വശം നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. അത് ഡ്രസ്സ് പോലെ മാറിയിട്ടില്ല. കണ്ടില്ലേ, ഡ്രസ്സ് പോലെ മാറിയില്ല. ഇന്നലെ ഇട്ട് വന്ന ഡ്രസ്സ് ഇട്ട് അങ്ങനെ കിടന്നുറങ്ങി. ഇനിമേ വാഷ്റൂം പോകണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഓക്കെ.
ഇന്നലെ രാത്രി ഞാൻ വണ്ടി ഹാൾട്ട് ചെയ്ത സ്ഥലമാണ്. ഓപ്പോസിറ്റ് തന്നെ ഒരു ഷെൽ പെട്രോൾ പമ്പ്. ഈ പാകിസ്ഥാൻ ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടി ബന്ധങ്ങളൊക്കെ ഞാൻ കാരണം വണ്ടി ഇതേ ദൂരെ 2 വണ്ടി, ഒരു പിക്കപ്പ്, എൻ്റെ ട്രക്ക്. ഈ പറക്കണ ഒരു ഫ്രഷ് ചായ പാകിസ്ഥാനി ഉണ്ടാക്കി കൊടുക്കുന്നു. പാകിസ്ഥാനി ഹോട്ടലിലത്തെ ഫ്രഷ് ചായ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറ് കിട്ടും. പാകിസ്ഥാൻ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതിൽ ഇവിടുന്ന് വിടാൻ പോവാണ്. ഇവിടുന്ന് ഇനി ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഉണ്ട്. ഒരു 500 കിലോമീറ്റർ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം, ഓൾമോസ്റ്റ് തോന്നുന്നത് ഏകദേശം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ. ട്രക്ക് ലൈഫ് നമ്മളീ പോകുന്ന വഴിയിൽ 2 ഭാഗത്തും ഇതേപോലെ മലകളും കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആർക്കും ബോറടിക്കില്ല. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഈ റൂട്ടിൽ ഈ മരുഭൂമി, ഈ മലകൾ മാത്രമേ 2 സൈഡ് കണ്ടില്ലേ. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് കാണാനാവും. സാധാരണ പോണ റൂട്ടാണ്. ഞാൻ ഇതിന് തൊട്ട് മുന്നെടുത്ത വീഡിയോയിൽ ഒരു ടാങ്കർ ഓവർടേക്ക് ചെയ്ത് പോയത്. ഓവർടേക്ക് അല്ല, റൈറ്റ് സൈഡ് ഒരു ഫ്രീ വേണ്ട. അത് കൂടെ ഹോൺ അടിച്ച് കയറി പോയ വണ്ടി എൻ്റെ കമ്പനിയിലെ വണ്ടിയാണ്. അത് ട്രൈസ്റ്റാർ ഒമാൻ്റെ ഓഫീസ് മസ്കറ്റാണ്. ഞങ്ങളുടെ വണ്ടിയാണ് കയറി പോയത്. അത് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഹോൺ അടിച്ച് പോകുന്നത് ഒരു ടാങ്കർ. പിന്നെ സൈഡിലുള്ള മലകൾ കണ്ടില്ലേ, സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. അഥവാ വല്ല കല്ലുകളൊക്കെ വീടുകയാണെങ്കിൽ ആ സ്റ്റെപ്പിൽ നിന്നോളും. അങ്ങനെയുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ത് മാത്രമല്ല, കാരണം കുറച്ച് കമ്പി അതിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങി വരയ്ക്കാൻ. അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ ഡ്രൈവിംഗ് കാരണം അത് സൂം ചെയ്യാൻ പറ്റിയില്ല. ചെറിയ നെറ്റ് ഇട്ടുണ്ട്, ചെറിയ നെറ്റ് കമ്പി. കാരണം ചെറിയ കല്ലുകൾ വീഴാണെങ്കിലും അതിൽ തങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് അത് 2 സൈഡിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു പുഴയാണ്. വലിയൊരു പുഴ തന്നെ. അതായത് ഇപ്പം ഇതിൽ വെള്ളമില്ല. ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഇത് നിറഞ്ഞൊഴുകും. നമ്മുടെ നാട്ടിലെ നദി കാണുന്ന പോലെയാണ്. ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോയില്ല. അത് ഇങ്ങനെ കുറേ നാൾ കിടക്കും. മനസ്സിലാവട്ടെ. ഈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഈ പച്ചപ്പ് കാണുന്നത് കംപ്ലീറ്റ് ഈന്തപ്പനയാണ്. ഈ ഇവിടെ വെള്ളം നിറഞ്ഞപ്പോൾ ഈന്തപ്പനൊക്കെ മുങ്ങി പോകും. അതേപോലെ വെള്ളം നിറഞ്ഞു പോറ്. ഈ ഈന്തപ്പനകളൊക്കെ മുങ്ങാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു തവണ പോയിട്ടുണ്ട് ആ പ്രളയം വന്ന സമയത്ത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പുറത്തൊക്കെ വീടുകളുണ്ട്. ആ സമയത്ത് ഇവിടുത്തെ വീടുകളൊക്കെ മുങ്ങി പോയതാ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു സമയത്ത് എത്രയൊക്കെ ഒരു 5-6 വർഷം മുന്നേ ഒരു പ്രളയം ഇവിടെ വന്നില്ല ഒമാനില്. ഒരുപാട് നഷ്ടങ്ങൾ വന്നത് ആ ഭാഗങ്ങളൊക്കെയാണ് ഇതൊക്കെ. ആ സൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായി. പിന്നെ ഈ സ്ഥലത്തുണ്ടായി സൂർ. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് കാണാം. അവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ഈ റൈറ്റ് സൈഡിൽ കാണണം. നല്ല താഴ്ചയുള്ള സ്ഥലം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൂർ എന്ന് പറഞ്ഞ സ്ഥലം ഈ പ്രളയം ഉണ്ടായ സമയത്ത് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായത്. അത് ആ ദൂരെ കാണുന്ന ഫ്ലൈ ഓവർന്ന് കയറി ലെഫ്റ്റ് പോകണം. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു 100-300 കിലോമീറ്റർ തോന്നുന്നുണ്ട്. ഞാൻ പണ്ട് ഓടിയിട്ടുണ്ട് ഇവിടെ ഈ ദുബായിൽ തന്നെ. ഖത്തർ സൂർ ഞാൻ ട്രിപ്പ് കുറേ നാൾ ഓടിയതാണ്. ഖത്തറിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് ഈ ഒമാൻ വഴിക്ക് സൂറിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഭാഗം നന്നായിട്ട് ശരിക്കും ഇവിടെ നാട്ടിലെ പോലെയാണ് ഗ്രാമങ്ങൾ. അത് ഈ കാണുന്ന ഈ ഫ്ലൈ ഓവറാണ്. ഈ കാണുന്ന ഇബ്രസൂർ. ഈ റൈറ്റ് സൈഡിലൊരു എനിക്ക് സൂം ചെയ്യാൻ പറ്റില്ല, ഡ്രൈവർ ആയതുകൊണ്ട്. ഈ കാണുന്ന സൈൻ ബോർഡ് ഇപ്പം ഞാൻ അടുപ്പിക്കാം. ഈ കാണുന്ന ഇബ്രസൂർ. ഇവിടുന്ന് പോകണം, ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം, റൈറ്റ് തിരിഞ്ഞ് പോകണം. ഈ റോഡൊക്കെ ശരിക്ക് ഈ മലകളൊക്കെ വെട്ടി തുറന്നിട്ടാക്കി കേട്ടാ. ഒരുപാട് വർഷങ്ങളെടുത്തൊക്കെ റെഡിയാക്കാൻ ഈ റോഡ്. പണ്ടൊക്കെ ചെറിയ റോഡായിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് നീണ്ടു കിടക്കണം ഈ മലകൾ. ഇതൊക്കെ വെട്ടി തുറന്നിട്ടാക്കിയ റോഡാണിത്. സലാലയ്ക്കുള്ള ഒരൊറ്റ റോഡ്. സലാല, ഇബ്രി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഈ റോഡാണിത്. നമ്മൾ ദുബായിൽ കാണുന്ന പോലെ വലിയ വീടുകളൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ഒമാനികളുടെ വീടുകൾ. ഉൾപ്രദേശങ്ങളിൽ കേട്ടോ. അപ്പോൾ ഞാൻ പോണ സാധാരണ പോണ റൂട്ടിൽ
ഈ ബാസ്ക്കറ്റ് ഭാഗത്തൊക്കെ വലിയ വലിയ വീടുകളുണ്ട്. ഈ ഭാഗത്തൊക്കെ നോർമൽ വീടുകളാണ്, വലിയ വീടുകളൊന്നുമില്ല. ജസ്റ്റ് വണ്ടി നിർത്തിയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് ആദം എന്നാണ് കേട്ടോ, ആദം. ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള ട്രക്ക് വലിയ ട്രക്കാണ്, ഹെവി ട്രക്കാണ്. ഇതിൽ ടോട്ടൽ നമുക്ക് 54,000 ലോഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ഇതിൽ ലോഡ് ചെയ്തിട്ടുള്ള 42,000 ആണ്. ഇതൊരു ട്രിപ്ലാക്സിന് വണ്ടിയാണ് കേട്ടോ, ട്രിപ്ലാക്സിന് ഓരോ സൈഡിൽ ഈ ടയർ. ഹെവി ട്രക്കാണത്, ഏത് മലയുടെ മുകളിൽ കയറി പോകും, ഒരു കുഴപ്പമില്ല. ഞാൻ 3 ട്രിപ്പ് കണ്ടിന്യൂ കൊടുക്കുന്നത് ചെറിയ വണ്ടിയായിരുന്നു, ചെറിയ ട്രാക്കറായിരുന്നു. പ്രാവശ്യം കൊടുത്ത് വലിയ വണ്ടിയാണ്. എൻ്റെ കമ്പനിയുടെ പേരാണ് ട്രൈസ്റ്റാർ എന്ന് കേട്ടോ. സേഫ്റ്റിയെ പറ്റി കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ഫോളോ ചെയ്യണ നമ്പർ 1 കമ്പനിയാണ് എൻ്റെ കമ്പനി. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പം അടുത്ത ജൂലൈ വന്ന 20 years ആവും ഈ കമ്പനിയിൽ. ഒരേ ഒരു കമ്പനി UAE. ഇടയ്ക്കുന്ന ടയറൊക്കെ തട്ടി നോക്കണം, പക്ഷെ നമുക്ക് ടയർ പോലെ പഞ്ചറാണെങ്കിൽ നമുക്ക് കാലം പറയാം. ടയറിൻ്റെ പുറവശം കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ടാവും. ഒന്നുകൂടി ബ്ലാക്ക് ആയിട്ട് നിൽക്കും, പൊടിയൊക്കെ പിടിച്ച്. അത് നമുക്കറിയാം, ഡ്രൈവേഴ്സിന് അറിയാത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഈ നെറ്റിലിട്ടിട്ടുള്ള ഈ ഗ്രീൻ കളറിലെ ഇൻഡിക്കേറ്ററാണ്. ഈ നെറ്റ് ലൂസായി കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും. ഇതേപോലെ സ്ട്രൈറ്റ് ആയി നിൽക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ലൂസില്ല എന്നാണ്. ഇത് ഡെലിവറി ബോക്സ്, ഇത് ഫയർ എക്സ്റ്റിങ്വിഷൻ ബോക്സ്. हाय बोलो, मेरा दोस्त है, ये ट्रिप में मेरे साथ में आया सलाला. ഒരു 20 മിനിറ്റ് അത്യാവശ്യം ഞങ്ങൾ ഇവിടുന്ന് വിടും. ഇതാണ് പ്രശ്നം കൊടുത്ത വണ്ടി. ഇത് പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഓർഡർ അനുസരിച്ച് ചെറുതും വലുതായിട്ട് കൊടുക്കും. ഇവിടുന്ന് ഏകദേശം 800 കിലോമീറ്റർ സ്ഥലമല്ലെങ്കിൽ ഇവിടുന്ന് ഇനി ഈ 2 സൈഡിലും ഡിസർട്ട് തന്നെയാണ്. ഏകദേശം ഒരു 10-700 കിലോമീറ്റർ വരെ ഡിസർട്ട് തന്നെയാണ്. ഇവിടുന്ന് കണ്ടൊരു 150 കിലോമീറ്റർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു പെട്രോൾ പമ്പ് കാണാം. ഇനി ഈ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതൊക്കെ കഴിഞ്ഞു, മലകളൊക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്ഥലമെത്തുമ്പോൾ മാത്രം 100 കിലോമീറ്റർ മുന്നെത്തുമ്പോൾ അവിടുത്തെ ഈ കുറേ വലിയ വലിയ കുന്നുകൾ കാണാം, വലിയ വലിയ കുന്നുകൾ. പക്ഷെ സീസൺ ആകുമ്പോൾ അതൊക്കെ നല്ല പച്ചപ്പായിരിക്കും കേട്ടോ. സീസണല്ല അത്, ഇപ്പോൾ സീസണല്ല. എന്നോട് ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്, കമൻറ്റ് ഇടാറുണ്ട്, ഇത്രയധികം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷീണമൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജോബിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഏതൊരാളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതൊരു ജോബിനോട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ നമുക്ക് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നും. ഏത് ജോലി അങ്ങനെ തന്നെയായിരിക്കും, അത് യാതൊരു സംശയമില്ല. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന ജോലി നിങ്ങൾ എന്തായാലും അതിൽ സംതൃപ്തനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ജോബ്, ഏത് ജോബ് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ഇത് ഡ്രൈവ് ചെയ്താലും അങ്ങനെ ഒരു ക്ഷീണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ലവ് ഇറ്റ്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 43 വർഷമായിട്ട് ഈ ജോബിൽ, ചെറിയ വണ്ടി തൊട്ട് വലിയ വണ്ടി വരെ. ഞാൻ ലൈസൻസ് എടുത്തത് തന്നെ 1980-ലാണ് ഞാൻ ലൈസൻസ് എടുത്ത്. അവിടെ തൊട്ട് ഞാൻ കാറിൽ നിന്ന് തുടങ്ങി, ബസ് തുടങ്ങി, ട്രക്ക് തുടങ്ങി, അങ്ങനെ ഈ ഇതുവരെ എത്തി. ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഗാബ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗാബ മുന്നത്തെ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗാബ അൽമഹ പെട്രോൾ സ്റ്റേഷനിൽ മുൻപന്തിയിൽ കാണുന്നത്. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്, അപ്പുറത്ത് ചെറിയൊരു കുറച്ച് ഹോട്ടലുണ്ട്, അവിടെ ഒരു വലിയൊരു എന്താ പറയുക ടൂറിസ്റ്റ് ഹോമുണ്ട്, മോട്ടൽ. എൻ്റെ ലഞ്ച് ഇതിപ്പോൾ കഴിഞ്ഞുള്ളൂ. ഇനി ഡീസൽ അടിക്കണം, അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകണം. ഇനിയൊരു ഏകദേശം 650 കിലോമീറ്റർ കൂടി ഉണ്ട് ഇനി ഇവിടുത്തെ സലാലയ്ക്ക്. ഒരു 400 കിലോമീറ്റർ കൂടി ഉണ്ട്, സോറി ഒരു 600 കിലോമീറ്റർ കൂടി ഉണ്ട് സലാലയ്ക്ക്. നിങ്ങൾ ചായ കുടിച്ചുകൊണ്ട് പോയിട്ടിരിക്കുക. ഈ റൂട്ടിലൊക്കെ പോകുമ്പോഴല്ലോ നേരം പോവില്ല.
അപ്പൊ എന്ത് ചെയ്യും, പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളൊന്നും നെറ്റ്വർക്ക് ഇല്ല ഈ ഭാഗങ്ങളിൽ. ഇപ്പൊ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുക. ഞാൻ പറയാറുണ്ട് എപ്പോഴും ഈ സൺസെറ്റ് സൺറൈസ് കാണുമ്പോൾ ഇപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എടുക്കും. കുറെ നേരം ഇങ്ങനെ ഇരുന്ന് പിടിച്ചോണ്ടിരിക്കുമ്പോ കണ്ടപ്പോ നടക്കാൻ തോന്നി, ഞാനും പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ റൂട്ടില് ഒരുപാട് കിലോമീറ്ററോളം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല കേട്ടോ. ഇതേപോലെ നീണ്ടു കിടക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു 400 കിലോമീറ്ററോളം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇതേപോലെ തന്നെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞാൻ ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു വണ്ടി ഹാൾട്ട് ചെയ്യുമ്പോൾ ഒരു 10:30 ഉണ്ട്. അങ്ങനെ ഒരു 10 മണിക്കൂറിന് ശേഷം ഞാൻ എണീറ്റു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വാഷ്റൂം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് വിടാൻ പോകും. ഇവിടുന്ന് ഒരു 400 കിലോമീറ്റർ കൂടി എനിക്ക് സ്ഥലമാലേക്ക്. ഇന്ന് എൻ്റെ ഷിപ്പ് ലേറ്റായിട്ട് വരുന്നത്, അതുകൊണ്ട് എനിക്ക് പതുക്കെ പോയാൽ മതി. ഷിപ്പ് വരുന്നത് നാളെ 23rd വരുന്നത്, ഏർലി മോർണിംഗിന്. 4 മണിയായിരുന്നു, അതിപ്പോൾ 2:30 ആയി. കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് നാളെ ഡെയിലി പോയിട്ട് ഡെലിവറി ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം അൽ ഗഫ്റ്റ എന്ന് പറഞ്ഞൊരു റെസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ്. അതിൻ്റെ ആ ഗസ്റ്റ് ഹൗസിൻ്റെ സൈൻ ബോർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ ദുബായിൽ നിന്ന്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയാറുണ്ട്, ദുബായിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് വെക്കേഷനായിട്ട് വരാറുണ്ട്. ബൈ റോഡ് ഓൾമോസ്റ്റ് UAE വണ്ടിക്കാരധികം വരാറ്, മറ്റുള്ള വണ്ടിക്കാരെ കുറവുകളാണ്. അതും അധികം മലയാളികളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അൽ ഗഫ്റ്റ എന്ന് പറഞ്ഞ റെസ്റ്റ് ഹൗസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇടാട്ടോ. ഇതാണ് പറഞ്ഞ ഗസ്റ്റ് ഹൗസ്. ഇവിടെയൊക്കെ വളരെ ചീപ്പ് റെൻ്റ് ആട്ടോ. കാരണം ഇതൊക്കെ ഒരു ഗ്രാമങ്ങളാണ്. ഇത് ഹൈവേയിലുള്ള ഓരോ ഗസ്റ്റ് ഹൗസുകൾ, അതുമാതിരി കുറേ ഹോട്ടലുകൾ കാണാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലും വേറെ 2 സ്ഥലത്ത് കിട്ടുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, മലയാളി റെസ്റ്റോറൻറ്റാണ്. വാഷ്റൂം ഉണ്ട്, അതുമാതിരി ഇപ്പോൾ പള്ളിയിലേക്ക് ഇവിടെ പള്ളീൻ്റെ തൊട്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴി എനിക്ക് ഇവിടുന്ന് ഇനി റൺ ചെയ്യാൻ ഒരു 220 കിലോമീറ്റർ കൂടി ഉണ്ട് സലാലയ്ക്ക്. ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു 50 കിലോമീറ്റർ കയറ്റം ഇറക്കുക. കയറ്റം ഇറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റം ഇറക്കണം. നമ്മൾ ഇറങ്ങി പോണ സമയത്ത് എൻജിൻ ബ്രേക്ക് ഇടണം. എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്വിച്ച് എല്ലാവർക്കും ഡ്രൈവേഴ്സിന് അറിയുമെന്ന് വിചാരിക്കണം. എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. അത് പല വണ്ടിക്കും പല ടൈപ്പുകൾ. ചില പഴയ വണ്ടിക്കൊക്കെ നമ്മളത് കാലിലാണ് അമർത്തുന്നത്. നമ്മുടെ പഴയ നാട്ടിലെ ഈ 12-10 പെൻസ് DSC വണ്ടികൾക്കൊക്കെ ഞാൻ അതൊക്കെ ഓടിച്ചിട്ടുള്ളതാണ്. അതിനൊക്കെ നമ്മൾ കാലിലാണ് ഈ എൻജിൻ ബ്രേക്ക്, കാലിലോട്ട് അമർത്തണം. ഇപ്പം ടെക്നോളജി ഒക്കെ മാറിയപ്പോൾ ഒക്കെ സിമ്പിളാണ്. ഈ സ്റ്റിയറിനോട് അടുത്ത് തന്നെ ചെറിയ ലിവറുണ്ട്. ആ ലിവറെ കാണിച്ചില്ല. ഈ ലിവറിൻ്റെ എൻഡിൽ പുഷ് ചെയ്യണം. ഈ 2 ലിവറുണ്ട്. ഈ 2 ലിവറിൻ്റെ അടിയിലത്തെ ലിവറുണ്ട്, ഒരു റൗണ്ട് മാർക്ക് കണ്ടില്ലേ. ആദ്യം ഫസ്റ്റ് ലിവറിൻ്റെ തൊട്ടടിയിൽ അതിൻ്റെ മുകളിൽ റൗണ്ട് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ അമർത്തി ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി. ആ സ്വിച്ച് ജസ്റ്റ് നമ്മൾ അമർത്തി വിടുമ്പോൾ എഞ്ചിൻ്റെ ഒരു പിടുത്തം വരും, വണ്ടിക്ക് വീലൊക്കെ ഒരു പിടുത്തം വരും. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് വേണം ഈ ഇറക്കം ഇറങ്ങി പോകുമ്പോൾ ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വീൽ ഡ്രമ്മുകളൊക്കെ ചൂടാവും. അങ്ങനെ പല അപകടങ്ങൾ വരാറുണ്ട്. ഈ അറിയാത്ത ഡ്രൈവർമാരൊക്കെ എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കാൻ അറിയാതെ വലിയ ഇറക്കത്ത് ഈ ബ്രേക്ക് ചെയ്ത് ഡ്രമ്മൊക്കെ ചൂടായി വീലൊക്കെ കത്തിപ്പിടിക്കുന്ന അവസ്ഥ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. സൗദിയിലുണ്ടായിട്ട്, ഇവിടെ കണ്ടില്ല, സൗദിയിലൊക്കെ ഉണ്ടായിട്ട്. അതുകൊണ്ട് ഈ ഇറക്കം ഇറങ്ങി പോകുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഡ്രൈവേഴ്സിൻ്റെ ഒന്ന് ഓർമ്മിപ്പിക്കണം മാത്രം. ഈ പുതിയ ഡ്രൈവേഴ്സ് വരുമ്പോൾ വലിയ ട്രക്കൊക്കെ വലിയ ഇറക്കങ്ങളിൽ ഇറങ്ങുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എൻജിൻ ബ്രേക്ക് ഇട്ട് നമ്മൾ ഹെവി ഗിയറിലേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം ഇറങ്ങി പോണി. ബ്രേക്ക് പരമാവധി ഉപയോഗിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് അമർത്തി വിടുക. അപ്പോൾ ഹൈ റേഞ്ച് ഇറങ്ങിപ്പോൾ ഈ വലിയ കയറ്റം ഇറക്കം നമ്മുടെ നാട്ടിലുണ്ട് ഇതുമാതിരി. അവിടുത്തെ വണ്ടികൾക്ക് പണ്ടുണ്ട്, അത് കാലിലാണ്. ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കൊക്കെ ഈ നേരത്തെ കാണിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു മാത്രം. ഇവിടെ നിന്ന് 150 കിലോമീറ്റർ പോകുമ്പോൾ ഒരു 50 കിലോമീറ്റർ കയറ്റം ഇറക്കാറ്. അവിടെ നമുക്ക് പതുക്കെ വണ്ടി ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ഒരു 20-15 കിലോമീറ്റർക്ക് സ്പീഡിൽ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ.
കവറിൽ. ഇത് ഞങ്ങളുടെ കമ്പനി വണ്ടി കേട്ടോ. ഫ്രണ്ടിനെ കണ്ടപ്പോൾ നിർത്തിയത് പത്രം റോഡ് സൈഡിൽ. ഇപ്പം ഞാൻ നിർത്തിയിട്ടുള്ള സ്ഥലം തുമ്മരിത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇനി ഇവിടുന്ന് ഒരു 120 കിലോമീറ്റർ സ്ഥലമായിരിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയേക്കാണ്. ഇവിടെ ഒരു ഓയിൽ പമ്പ് ഉണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഒക്കെ ഈ 150-200 കിലോമീറ്റർ കൂടുമ്പോൾ ഇതുപോലെ ഒരു പമ്പ് കാണാം, കുറച്ച് കടകൾ കാണാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സലാല റൂട്ട്. സലാല എത്രയാളും മുന്നേ ഒരു 19 കിലോമീറ്റർ മുന്നേ കുഞ്ഞൊരു അതുമാതിരി ഒരു ഗ്രാമമുണ്ട്. ഗ്രാമം മീൻസ് കുറേ കടകൾ, കുഞ്ഞൊരു സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ റൈറ്റ്സ് കാണുന്നൊരു മസ്ജിദാണ്. പിന്നെ എല്ലായിടത്തും നമുക്ക് വാഷ്റൂം പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, മസ്ജിദൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. എൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് വിടാൻ പോകണേ. ഇനി അടുത്ത സ്റ്റോപ്പ് സലാല. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏകദേശം ഒരു 120 കിലോമീറ്റർ ഉണ്ട്. പയർക്ക് ഐറ്റം ഇറക്കൊക്കെയാണ്. അപ്പോൾ ബാക്കി വിശേഷം സലാല എത്തിയ ശേഷം. ഇത് വലിയൊരു കയറ്റമാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ, സലാല എത്തണമെന്നുള്ള വലിയൊരു കയറ്റമാണ്. കുറച്ചേ വീഡിയോ എടുക്കുള്ളൂ, കാരണം ഇവിടെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. ഇപ്പോൾ ഞാൻ കയറ്റം കയറിപ്പോൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുത്തലുള്ള ഇറക്കാണ്. ഹൈ ഗിയർ 3 കണ്ടില്ലേ, ഇതേ 3 ഡിസ്പ്ലേയിൽ. അപ്പം നമ്മൾ പരമാവധി ഹൈ ഗിയർ ഇട്ട് ഇറങ്ങുന്നത് കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം അധികം വരില്ല. പിന്നെ ഡ്രം ചൂടാവില്ല, ടയർ ചൂടാവില്ല. അപ്പോൾ ഡ്രം ചൂടായി ടയർ പൊട്ടാൻ ചാൻസസ് ഒരുപാടുണ്ട്. ഇന്നലെ അതിനെ പറ്റിയുള്ള വിശദമായിട്ട് പറഞ്ഞിരുന്നു. എന്നാലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. ഭയങ്കര കുത്തനായിട്ടുള്ള ഇറക്കത്. ഇപ്പം ഞാൻ ഈ 3 ഇറങ്ങി പോകുന്നത് കൊണ്ട് എനിക്ക് ബ്രേക്കുകൾ കാലിക്കണ്ട. ഇന്നലെ കാണിച്ചിരുന്നു. ഇതാണ് എൻജിൻ ബ്രേക്കിൻ്റെ ആ ഒരു സ്വിച്ച്. ഒരു ലിവറിൻ്റെ മുകളിൽ വൈറ്റ് കളർ കണ്ട റൗണ്ടിൽ അത്. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇറക്കാണ് കുത്തനുള്ളത്. ഒരു 50 കിലോമീറ്റർ ഉണ്ട് കയറ്റം വർക്കായിട്ട്. കയറ്റം ഇതേപോലെ തന്നെ കുത്തനുള്ള കയറ്റമാണ്. അത് നമുക്ക് ഞാൻ 4th ഗിയറിൽ കയറുന്നു. കാരണം ഇത് 6 വീൽ വണ്ടി കാരണം 4th കയറി വരാം. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇട്ട് കയറി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് കയറി ഡൗൺ ഇത് വരുമ്പോൾ വണ്ടി ഒരുപാട് സ്ലോ ആവും, ലോഡ് വണ്ടി. പിന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എപ്പോഴും നമ്മൾ അഡ്വാൻസ് ആയിട്ട് കയറ്റത്തോടെ ഗിയർ ചേഞ്ച് ചെയ്ത് സ്ലോവിൽ പോയി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറക്കം കഴിഞ്ഞിട്ട് കേട്ടോ. ഇറക്കം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആ ഒരുപാട് ദൂരത മുകളിലൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകൾ, ഇതൊക്കെ അറിയുമ്പോൾ താമസിക്കുന്ന വീടുകളാണ്, ചെറിയ ചെറിയ വീടുകൾ. ഈ റൈറ്റ് സൈഡിലെ ഭാഗങ്ങളൊക്കെ സീസണിൽ നല്ല രസമായിരിക്കും. പച്ചപ്പ്. നമ്മൾ ഊട്ടി കൊടക്കാനൊക്കെ പോലെ പോലെ മഞ്ഞ് നിറഞ്ഞിട്ട് കണ്ടിട്ട്. ഈ റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് തേച്ചിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ ഇടിഞ്ഞ് വീഴാതിരിക്കാനാണ് ഇതിന് മുകളിൽ കോൺക്രീറ്റ് തേച്ചിട്ടുണ്ട്. ഈ ഒരു ഇറക്കം കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു ഇറക്കം കൂടിയുണ്ട്. ഇതൊക്കെ ഏറ്റവും ഇറക്കം ഏകദേശം കഴിഞ്ഞ് വണ്ടി ഏകദേശം അടിവാരത്തെത്തുമ്പോൾ ഒരു 1.5 മണിക്കൂർ എടുക്കും. ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഓവർടേക്ക് ചെയ്ത് പോണ ട്രക്കുകളുണ്ട്. പോണ ട്രക്ക് തന്നെ ഓവർടേക്ക് ചെയ്ത് ലോഡ് വണ്ടികൾ. അപ്പം ഞാൻ ഈ നേരം വരെയായിട്ട് ഈ ബ്രേക്കിൽ കാര്യം വെച്ചിട്ടില്ല. അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് സേഫാണ്, പിന്നെ നമുക്കും സേഫാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതാണ് ശരിയായുള്ള രീതി. എൻജിൻ ബ്രേക്ക് ഇട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ വണ്ടി. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ സ്പീഡുള്ള പെർ അവർ. 10. ഈ RPM ഗ്രീനിൻ്റെ അപ്പുറം റെഡിലേക്ക് വരാൻ പാടില്ല. ഇതാണ് ശരിക്കുള്ള ഡ്രൈവിംഗ് മോഡ്. ഈ കയറ്റം വർക്കത്ത് ഡ്രൈവിൻ്റെ നമ്മൾ പാലിക്കേണ്ട ചില കാര്യം. വീണ്ടും അടുത്ത ഇറക്കെത്തിയിട്ടോ. വളരെ സ്ലോയില പോകണം, വളരെ സ്ലോയില്. ഇറക്കം കഴിഞ്ഞിട്ടില്ല, ഇറക്കം വീണ്ടും തുടങ്ങി. ആ അകലെ ഒരുപാട് അകലെ കണ്ടില്ലേ, ചെറിയ ചെറിയ വീടുകൾ, ചെറിയ വീടുകളാണ്. ഇവിടുത്തെ ഒമാനിയുള്ള താമസിക്കുന്ന ചെറിയ വീടുകളാണ് കണ്ടില്ലേ ചുറ്റും. ഇത് രാത്രിയാണ് നല്ല രസമുണ്ട് ഇറങ്ങിയപ്പോൾ. രാത്രി സമയങ്ങളിൽ നല്ല രസമാണ്. ഇവിടെയും വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് കൂട്ടാം.
ലോഡ് കുറവുള്ള വണ്ടികൾ ഓവർടേക്കിംഗ് പോകും. ചില ടിപ്പറൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ അതനുസരിച്ച് അതിനുള്ള മറ്റെന്താ പറയുക ദൂഷ്യമുണ്ടാവും. ടയറ് ഡ്രമ്മ് ചൂട് കൂടുതലാവും. ഇതാ പോകുന്ന 3 ടിപ്പറുകൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. അവരൊക്കെ ബ്രേക്ക് ചെയ്തോണ്ടിരിക്കണ്ടില്ലേ. എത്ര വ്യത്യാസമുണ്ട്? 2 മിനിറ്റ് 3 മിനിറ്റ് വ്യത്യാസം. ആ നേരത്തെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ 3 വണ്ടികളും ബ്രേക്ക് ചെയ്ത് പോകണം. ഇപ്പം ഞാൻ ആ വണ്ടി തമ്മിൽ എത്ര ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ വണ്ടിയുടെ ലൈഫ് സേവ് ചെയ്യണമെങ്കിൽ ഇതുമാതിരി പോവാം. നമ്മൾ സേവ് ചെയ്യാം, അപകടം കുറവാക്കാം. ബ്രേക്കുമ്പോൾ കാല് വയ്ക്കേണ്ട. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഇറക്കം കഴിയാറായിട്ടാ. ഇനി ഞാൻ ഇവിടുത്തെ എനിക്കൊരു 1/2 മണിക്കൂർ തോട്ടിൻ്റെ സ്ഥലമായിരിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ഇനി ചെന്ന് റെസ്റ്റ് എടുക്കും, വണ്ടി സൈഡാക്കും, റെസ്റ്റ് എടുക്കും. ബാക്കി ഡെലിവറി ഷിപ്പ് വരുന്നത് ഏർലി മോർണിംഗ്. നാളെ രാവിലെ ഏർലി മോർണിംഗ് 4 o'clock വരും. ഞങ്ങളൊരു 7 മണിയാകുമ്പോൾ 6 മണിക്ക് വേക്കാം. ദെൻ ഗോ ടു ഫോർ ഡെലിവറി. ഓക്കെ, ഇനിയുള്ള വിശേഷങ്ങൾക്ക് പോർട്ടിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ, സീ യു. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സലാല സീ പോർട്ടിനുള്ളിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി 3 വണ്ടിയുണ്ട്. 2 ടാങ്കറും ഒരു പിക്കപ്പും എന്ന് പറഞ്ഞാൽ ലോറി. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോർട്ടിനുള്ളിൽ ഒന്ന് ചന്ദ്രേഷം പറയാം കേട്ടോ. ആ ദൂരെ ഒരു വണ്ടി ടാങ്കർ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കമ്പനി വണ്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ദുബായിൽ നിന്ന് വണ്ടിയാണ്. ഇനി അവിടെ കുറച്ച് കഴിഞ്ഞാൽ ഷെൽ പെട്രോൾ പമ്പിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പിക്കപ്പ് എടുക്കുന്നുണ്ട്, ഒരു പാകിസ്ഥാനി. അവനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണം. അവൻ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ സലാല സീ പോർട്ടിനുള്ളിൽ പോകുന്ന വഴി കാണുന്നത് കേട്ടോ. ഞാൻ കസ്റ്റംസ് ഒക്കെ കഴിഞ്ഞ് പോർട്ടിനുള്ളിൽ കയറി കേട്ടോ. കസ്റ്റംസ് കഴിഞ്ഞു മീൻസ് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ഫൈൻ ഉണ്ട്. ഫൈൻ മീൻസ് നമ്മൾ ക്രോസ് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ 48 hours ഉള്ളിൽ നമ്മൾ ഈ പോർട്ടിനുള്ളിലേക്ക് എൻ്റർ ആവണം. പക്ഷെ നമ്മുടെ ഷിപ്പ് ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമ്മളൊരു ദിവസം ഡിലേ ആണ്. നോർമലി 2 ദിവസം പോർട്ടിനുള്ളിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞേക്കാണ് നമ്മൾ ബജാജ് പോർട്ടിലേക്ക് ഏജൻറ്റിന് ഫൈൻ അടയ്ക്കണം, നമ്മുടെ ഈ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പേയ്മെൻറ്റ് അടിച്ചാൽ സ്ലിപ്പ് നമുക്ക് അയച്ചു തരും. അത് കസ്റ്റംസിൽ ഷോ ചെയ്യണം. അപ്പോൾ അവർ ക്ലിയർ ചെയ്യും. അതിന് ശേഷമാണ് ഷിപ്പിൻ്റെ അടുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കമ്പനി വണ്ടി ഈ മുന്നിൽ റിവേഴ്സ് വരുന്ന വണ്ടിയാണ്. എൻ്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. 3 വണ്ടിക്ക് ഫൈൻ ഉണ്ട്. പിക്കപ്പ് ബാക്കിലാണ്. രാവിലെ ഇപ്പം നമ്മൾ ഒരുമിച്ചുള്ള ദുബായിൽ നിന്ന് വന്ന് ഞാൻ അങ്ങനെ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പോർട്ടിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ഷിപ്പ് വരുന്നത് ബർത്ത് നമ്പർ 6 അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ. ഇത് സലാല സീ പോർട്ടാണ് കേട്ടോ. സലാല സീ പോർട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. സലാല സീ പോർട്ട്. എനിക്ക് ഡെലിവറി കൊടുക്കേണ്ട ഷിപ്പ് ഈ കാണുന്ന ഷിപ്പാണ് കേട്ടോ. WK കിറേനിയ, ഇതാണ് ഷിപ്പ്. ഇനി എനിക്ക് നേരെ ചീഫ് എഞ്ചിനീയർ അടുത്ത് പോകണം. ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യണം, ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യണം. അങ്ങനെ കുറച്ച് പണികളുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഡെലിവറി പറയണം. അങ്ങനെ ഞാൻ ചീഫ് എഞ്ചിനീയർ അടുത്ത് പോയി ഈ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ സൈൻ മേടിക്കണം. ഡ്രൈവർ സൈൻ വേണം. എൻ്റെ സൈനാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പുറത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന സൈൻ കാണുന്നത്. ഇവിടെ ടിക്കറ്റ് മതി. പക്ഷേ ക്യാപിറ്റൽ ചീഫ് എഞ്ചിനീയർ സൈൻ ചെയ്ത് ഇതേപോലെ നമ്മൾ സൈൻ ചെയ്യണം. എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ. എന്നിട്ട് 2 പ്രോഡക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. 2 നമ്പർ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ 6,000, സെക്കൻഡ് വൺ 36,000. അങ്ങനെ ഈ 2 നമ്മൾ അവരെ കൊണ്ട് എഴുതി സൈൻ ചെയ്യണം. ഇതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഇത് ഡെലിവറി നോട്ടാണ്. കസ്റ്റമറുടെ പേര് ഗൾഫ് റാക്ക് ഓയിൽ LLC റാസൽ കൈമ. അവിടെ നിന്നാണ് ഇത് ലോഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഡെലിവറി നോട്ടിലും അവരെ ബോധ്യപ്പെടുത്തണം. ഇത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് സൈൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ മീറ്ററിൽ ഇത് ഡെലിവറി ചെയ്ത് കൊടുക്കണം. ക്വാണ്ടിറ്റി എത്രയാണ്. പിന്നെ ഇതും വേണം. ഇതിലും സൈൻ ചെയ്യണം. ഇത് നമ്മൾ ഈ ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ ഒരു മീറ്റർ ഉണ്ട് നമുക്ക്. ആ മീറ്ററിലെ പഞ്ചിങ് ടിക്കറ്റാണത്. നമ്മളൊരു ക്വാണ്ടിറ്റി എഴുതണം. എന്നിട്ട് ഇതിലവരെ സൈൻ വാങ്ങിക്കണം. എന്നിട്ട് ഡെലിവറി കഴിഞ്ഞ ശേഷം ഇതിലൊരു പ്രിൻ്റ് അവർ കൊടുക്കണം. എൻ്റെ മുന്നിലത്തെ വണ്ടി ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയായിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. പകുതിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ സ്പോട്ടിൽ വണ്ടിയുള്ളത്. അതേ ദൂരെ കിടക്കണ കണ്ടില്ലേ. നമ്മൾ ഈ കണ്ടെയ്നർ ഷിഫ്റ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ട്രക്ക് നിർത്താൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് ഇവിടെ. അതിന് മുന്നേ നമ്മളിവിടെ HSC ഓഫീസർ കൊണ്ട് അപ്രൂവൽ മേടിക്കണം. നമ്മുടെ വണ്ടി പ്രോപ്പർ സ്ഥലത്ത് നിർത്തണമെങ്കിൽ ഒരിക്കലും കണ്ടെയ്നർ ഷിഫ്റ്റിൻ്റെ അടിയിൽ വണ്ടി നിർത്താൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ അത് കണ്ടെയ്നർ വീഴുകയാണെങ്കിൽ ട്രക്കിൻ്റെ മുകളിലേക്ക് വീഴും.
അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. എന്ന് മാത്രമല്ല ഇതൊരു ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഷിപ്പ്. ഞാൻ ഇറക്കുന്ന ഷിപ്പാണ് ഇത്. ഡബ്ല്യു കിറേനിയ. ഈ പോർട്ടിലൊരു ഇംഗ്ലീഷ് മൂവി പിടിച്ചിട്ട് കേട്ടോ. ആ പടത്തിന്റെ പേര് ക്യാപ്റ്റൻ ഫിലിപ്പ്. ഞാനൊരു 2-3 പ്രാവശ്യം കണ്ടു. നല്ല ഇൻട്രസ്റ്റിംഗ് മൂവിയാണ് കേട്ടോ. ആ പടം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. ആ മൂവിയിലെ സ്റ്റോറി എന്താ വെച്ചാൽ ഈ സലാല പോർട്ടിന് പോണ ഒരു ഷിപ്പിന്റെ സ്റ്റോറിയെ ബാക്കിയുള്ള കാര്യങ്ങളെ പറഞ്ഞില്ല. അപ്പോഴേക്ക് സെക്യൂരിറ്റി വന്നപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തി വെച്ചു. അതിൻ്റെ സ്റ്റോറി എന്താ വെച്ചാൽ ഈ സലാല പോർട്ടിൽ നിന്ന് ഒരു വലിയൊരു മദർ ഷിപ്പ് കണ്ടെയ്നർ കയറ്റി പോകുമ്പോൾ ഏതൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ സൊമാലിയൻ കടൽ കൊള്ളക്കാർ ആ ഷിപ്പ് ഹൈജാക്ക് ചെയ്താണ് ആ മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ പേര് ഒന്നുകൂടി പറയാം, ക്യാപ്റ്റൻ ഫിലിപ്പ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് കാണണം കേട്ടോ. കാരണം ഈ ഇത്ര വലിയ ഷിപ്പൊക്കെ എങ്ങനെ ഈ തട്ടിക്കൊണ്ടുപോകുന്നപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ആ മൂവി കണ്ടാൽ കറക്റ്റ് അറിയാം അതെങ്ങനെ ഹൈജാക്ക് ചെയ്യണമെന്ന്. നമുക്ക് ഭയങ്കര എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഇത്ര വലിയ ഷിപ്പൊക്കെ ഇതെങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോവുക അങ്ങനെ എന്നൊക്കെ ഈ കടലിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ പൂർണ്ണമായ സ്റ്റോറി നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ അറിയും. ഇങ്ങനെയാണ് ഷിപ്പ് ഹൈജാക്ക് ചെയ്യണമെന്ന്. നല്ലൊരു മൂവി കേട്ടോ, കണ്ടോളട്ടോ അത്. ഓക്കെ, ഈ പോർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആ ക്യാപ്റ്റൻ ഈ പോർട്ടിൽ നിന്നാണ് ഷിപ്പിലേക്ക് കയറി പോണത്. എവിടുന്ന് റൂമിൽ നിന്ന് എവിടുന്ന് വരുന്നതുകൊണ്ട് അങ്ങനെ കാറിലൂടെ ഒന്ന് ഇറങ്ങും, പോർട്ടിലൂടെ ഒന്ന് ഇറങ്ങും, അങ്ങനെ ഷിപ്പിൽ ഒന്ന് കയറും, അങ്ങനെ ഇവിടുന്ന് ഷിപ്പ് പോകും. ആ പടത്തിൻ്റെ സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ ആ സ്റ്റോറിയാണ്. നല്ലൊരു മൂവിയാണ്, കാണേണ്ട മൂവിയാണ് കേട്ടോ. കാണാത്തൊരു കണ്ടോളൂ കേട്ടോ തീർച്ചയായും. ഇന്ന് ഞാൻ ഡെലിവറി കൊടുക്കുന്ന ഷിപ്പ് തന്നെ കേട്ടോ. ഈ ബോളിൽ ക്രൈം ബോൾ ഉണ്ടല്ലേ, ഈ ഷിപ്പിലേക്ക് കണ്ടെയ്നർ ഷിഫ്റ്റ് ചെയ്തതാണ്. ഇത് അത്ര വലിയ ഷിപ്പൊന്നല്ല, എൻ്റെ കമ്പനി വേണ്ടിയാണ് മുന്നിൽ എടുക്കുന്നത്. ക്രൈം നേരെ അടിയിലേക്ക് പോണത് കണ്ടെയ്നർ എടുക്കാനാണ്. അവിടെ കണ്ടെയ്നറിൻ്റെ ട്രക്ക് ഓൾറെഡി അവിടെ എടുക്കുന്നുണ്ട്. അതെടുത്ത് നേരെ ഷിപ്പിലേക്ക് കൊണ്ടുപോകും. കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് എടുത്തില്ല, കാരണം ആ ട്രെയിലർ അവിടെ എന്തൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത് പൊക്കുന്നവർ കുറച്ച് സമയം എടുക്കും. അതിൻ്റെ സൈഡിലൂടെ വേറൊരു ട്രെയിലർ പോകുന്നുണ്ട്, അത് വേറെ സ്ഥലത്തേക്കോ. അപ്പുറത്ത് ക്രെയിനൊക്കെ ഇഷ്ടംപോലെ ക്രെയിനുണ്ട്. അതേ പൊങ്ങി നിങ്ങൾക്ക് ഇങ്ങനെ പൊങ്ങി നേരെ ഷിപ്പിലേക്ക് പോകും. ഇതൊക്കെ പോർട്ടിലൊന്നല്ല നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് വീണ്ടും എടുത്ത് വെച്ച് ഇതൊക്കെ കാണാത്ത ആൾക്കാരുണ്ടാവും, കാരണം ഇത് നമുക്ക് സീ പോർട്ടിൽ പോയാൽ. പോർട്ടിൻ്റെ ഷിപ്പിലേക്കുള്ള ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നേരെ ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോകും. ഫ്രണ്ടിൻ്റെ റൂമിൽ പോയിട്ട് അവിടുന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു 6-6 വിടും. ഒരു 3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് പിന്നെ റെസ്റ്റ് എടുക്കും. മറ്റന്നാൾ ഈവനിങ് ആകുമ്പോൾ ദുബായിലെത്തണം, കാരണം എൻ്റെ വൈഫ് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് കിടന്ന്, ഇതൊരു പാകിസ്ഥാൻ ഹോട്ടലാണ്. രാവിലെ ഏറ്റൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. ഇന്നലെ അവിടെ വന്ന് വണ്ടി ഹാൾട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 11:30 ഒരു 10 മണിക്കൂർ അതിന് ശേഷം വണ്ടി ഓടണം. ഇപ്പോൾ പോവില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ അപ്പോൾ ജസ്റ്റ് നേടിയിട്ടൊരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി ഇവിടെ നിന്ന് എനിക്കൊരു 1100 കിലോമീറ്റർ കൂടി ദുബായിക്ക് തിരിച്ചു പോകണ്ട്. ഇത് ഒമാൻ ഓയിൽ എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് സ്റ്റേഷനാണ് കേട്ടോ. ഒമാൻ ഓയിൽ. പാകിസ്ഥാൻ ഹോട്ടലിൽ ഒരു ചൂടുള്ള ഫ്രഷ് ചായ കുടിച്ച് ഞാൻ ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് റഫീഖ് തൊട്ട് പുല്ല് പോകുന്നുണ്ട്. അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഒരു 150 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ കിറ്റിപ്പിറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ഏകദേശം നാളെ ഈവനിങ്ങോടുകൂടി ഞാൻ ദുബൈയിലെത്തും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ റോഡിനെ പറ്റി പറഞ്ഞിരുന്നു. ഇത് മസ്കറ്റ് സലാല റൂട്ടാണ്. 700 കിലോമീറ്ററോളം ഇതേപോലെ സിംഗിൾ റോഡാണ്. അപ്പോൾ നമ്മുടെ മലയാളി ഫാമിലീസ് ഒരുപാട് ഈ വെക്കേഷൻ ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സലാല പോകാറുണ്ട്.
അപ്പോൾ പോകുന്ന ഫാമിലിക്ക് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ റൂട്ട് നിങ്ങൾ പോകുമ്പോൾ രാത്രി പരമാവധി ഡ്രൈവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പകല് ഒക്കെ അത്ര പ്രശ്നമില്ല. രാത്രി ചില പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ട് ഇവിടെ ഈ സിംഗിൾ റൂട്ടിൽ. കുറേ ട്രക്കുകളും കാറുകളും തമ്മിലും പല വണ്ടികളും തമ്മിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിംഗിൾ റോഡാണല്ലോ. പിന്നെ ഓട്ടങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ നമ്മൾ സൗദി അറേബ്യയിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നത്, വീഡിയോ കാണാത്ത ആൾക്കാരുടെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുള്ളൂ മാത്രം. നമ്മൾ സൗദി അറേബ്യയിൽ കൂടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 2 സൈഡിലും ബെൻസിങ് ഉണ്ടാവും. ഒട്ടകത്തിൻ്റെ റോഡിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയുള്ള പരിപാടിയില്ല, കണ്ടില്ലേ? ഒരുപാട് ഒട്ടകത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ നല്ല മലയാളികളുടെ ഫാമിലികൾ പരമാവധി നൈറ്റ് ഈ റൂട്ട് കൂടെ ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 6-7 മണി 8 മണി ആകുമ്പോഴേക്കും വണ്ടി ഏതെങ്കിലും ഹോട്ടലിലൊക്കെ സൈഡാക്കി അവിടെ നമ്മൾ ചിലവഴിക്കാൻ നോക്കുക. പിന്നെ ഡേ ടൈമിൽ പരമാവധി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വണ്ടി കുറച്ച് ഓടിയതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാൻ നിർത്തിയേക്കാണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ 15 മിനിറ്റ്. അതാണ് നമ്മുടെ കമ്പനിയുടെ റൂൾസ്. അപ്പോൾ ആ സമയത്ത് ട്രക്കിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ട്രക്കിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫുള്ളായിട്ട്. അപ്പോൾ ഇത് ഫ്രീ ടൈം കിട്ടിയപ്പോൾ അപ്പോൾ നമ്മുടെ കൂടെയുള്ള റഫീഖിൻ്റെ വണ്ടിയിൽ വീഡിയോ എടുത്തിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി കിറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കിറ്റ് ഇവിടെ സ്ഥിരം നിർത്തുന്ന സ്ഥലമാണ്. ഷെല്ല് പമ്പ് ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുള്ള സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ റൂട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ കാണിച്ചെന്നെ വീണ്ടും കാണിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണാത്തവരുണ്ടാവും മുന്നത്തെ വീഡിയോ, അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുത്ത പറഞ്ഞതിന് വീണ്ടും ഇടുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി 390 കിലോമീറ്റർ സ്ഥലമല്ലേ നിങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി എനിക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇത് കറക്റ്റ് എഴുതി വെച്ചിട്ട് മസ്കറ്റ് 640 കിലോമീറ്റർ സ്ഥലം റൈറ്റ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ കൂടെയുള്ള എൻ്റെ കമ്പനി വണ്ടിയിൽ പോണത് നമ്മുടെ നാട്ടുകാർ തന്നെ, തൃശ്ശൂർക്കാർ തന്നെ, റഫീഖ് തന്നെ പേര്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു 2 മണിക്കൂറിന് ശേഷം ഡ്രൈവ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നിർത്തി. ഗഫ്റ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഷെല്ലിൻ്റെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും നിർത്താറുണ്ട്. ഇപ്പം ഞാൻ നിർത്തിയിട്ടുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് ഹൈബ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു അരമണിക്കൂർ നിർത്തും, ഭക്ഷണം കഴിച്ചിട്ട് വിടും. അടുത്ത സ്റ്റോപ്പ് ഞങ്ങളുടെ ആദമിലായിരിക്കും, ഹാൾട്ട് ആദമായിരിക്കും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹൈമ. എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം എൻ്റെ ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ ഉണ്ട്. അവിടെ വണ്ടി നിർത്തും, ചിലപ്പോൾ അവിടെ ഹാൾട്ട് ചെയ്യും. കൂടുതലുള്ള വണ്ടിക്കാരായിട്ട് തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ചെയ്യും. ഇപ്പോൾ 2 വണ്ടി എൻ്റെ കമ്പനി വണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 2. ഇപ്പൊ ഞാൻ ആദം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് വിട്ടു. ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ മാത്രമേ വീടുള്ളൂ കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ മാത്രമേ ഈ സൈഡിൽ വീടുള്ളൂ. ആ നേരത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ വീടുകളില്ല, കണ്ടില്ലേ? ലെഫ്റ്റ് സൈഡിൽ വീടുകളില്ല. ഈ സൈഡിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഈ കുന്നിൻ്റെ സൈഡിലൊക്കെ വീടുകളുള്ള ഡിസെറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയൊക്കെ വീടുകൾ 2 സൈഡിലും കുറേശ്ശെ വീടുകൾ വന്നോളും. കാരണം മസ്കറ്റിലേക്ക് വന്നിട്ട് 150 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെയൊക്കെ 2 സൈഡിലും കുറേശ്ശെ വീടുകളുണ്ട്. വലിയ വലിപ്പമുള്ള വീടുകളല്ല, നോർമൽ വീടുകളാണ് ഈ ഭാഗത്തൊക്കെ. സിറ്റിയിലൊക്കെ വലിയ വീടുകളുണ്ട് കേട്ടോ. മസ്കറ്റ് സിറ്റിയിലൊക്കെ വലിയ വലിയ വീടുകളുണ്ട്. ഞങ്ങൾ സിറ്റി ടച്ച് ആവാറില്ല. സിറ്റിക്ക് ഒരു 40 കിലോമീറ്റർ ഇപ്പുറത്തെ ഞങ്ങൾ ബൈപ്പാസ് റോഡിൽ സൈഡിലൊരു ടവർ കാണാനുണ്ട്, എന്തിൻ്റെന്ന് അറിയില്ല. കണ്ടില്ലേ? ഇത് വലിയൊരു മൗണ്ടനാണ് കേട്ടോ. വലിയ മൗണ്ടൻ തന്നെയാണ്. ഇതൊക്കെ വെട്ടി തുറന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് കേട്ടത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും ഈ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാർക്കും കൂടി ഇത് കാണാമല്ലോ. ഈ ഭാഗങ്ങളൊക്കെ വലിയ മലകൾ വെട്ടിപ്പൊളിച്ച് ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളത്. മല എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള മലകളാണ്. ഇങ്ങനെ വളഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റോഡ് സ്ട്രൈറ്റ് ആവും.
ഇവിടെ നിന്ന് 5 ബ്രേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ചെറിയ കയറ്റം ഇറക്കാം. ഈ റൈറ്റ് സൈഡിലെ കണ്ടില്ലേ ഒരുപാട് വീടുകളുണ്ട്. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ നോർമൽ ടൈപ്പ് ചെറിയ വീടുകളാണ്, സാധാരണക്കാരുടെ വീടുകളാട്ടൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ വീടുകളൊക്കെ സിറ്റി ഭാഗത്തുണ്ട്, മസ്കറ്റ് ഭാഗത്ത്. ഈ റോഡ് ഇപ്പോൾ 4 വരി പാതയായിട്ടാ. ഈ റോഡ് ഇവിടുന്ന് മസ്കറ്റിൽ നിന്ന് ഒമാൻ്റെ ബോർഡർ വരെ. ഈ ഒമാൻ്റെ ബോർഡർ ദുബൈക്ക് പോകുന്ന ബോർഡറിൻ്റെ പേരാണ് വജാജ. ഈ റൈറ്റ്സ് കണ്ടുകാണുന്നത് മഴക്കാലം വന്നാൽ ഇവിടെ വെള്ളം നിറഞ്ഞു നിൽക്കട്ടെ. ശരിക്കും നാട്ടിൽ അടിപൊളിയാണ്. ഈ സൈഡും ഈ കണ്ട ലെഫ്റ്റ് സൈഡിലെ സൈഡും. അപ്പം ഞാൻ പറഞ്ഞ റോഡ്, ഈ റോഡ് ആ ഒമാൻ്റെ ബോർഡർ വരെ ഉണ്ട്. ഈ 4 വരി പാത ഒറ്റ റോഡാണ്. ഈ പാറയുടെ അടിവശം സെൻറ്ററിലൊക്കെ കണ്ടില്ലേ ചെറുതായിട്ട് നെറ്റിട്ടുണ്ട്. ഈ അഥവാ കല്ലിടിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് റോട്ടിലേക്ക് വരാതിരിക്കാൻ ഏറ്റടിയിൽ ഈ മലയുടെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുവന്നാലും അതിന് പൊട്ടിപ്പൊളിയില്ല. മുകളിൽ നെറ്റിട്ടുണ്ട്, എനിക്കത് സൂം ചെയ്യാൻ പറ്റണില്ല. അവർ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയിലും ഒക്കെ അത് കോൺക്രീറ്റ് കൊണ്ട് തേച്ചിട്ടുണ്ട്. അതിലൊക്കെ ചെറുതായിട്ട് അതിൽ നെറ്റ് കാണാനില്ല, അത് കമ്പ്യൂട്ടർ തേച്ചിട്ടുണ്ട്. ഈ നെറ്റിൻ്റെ മുകളിൽ പിന്നെ തേച്ച് പോയി. ആദ്യം നെറ്റാണ്ടോ കണ്ടില്ലേ റൈറ്റ് സൈഡിൽ. ഈ നെറ്റിൻ്റെ ഇതിൻ്റെ മുകളിലൊക്കെ അവർ കോൺക്രീറ്റ് ഇടും, തേക്കും സിമെൻറ്റും. ഈ റുസൈൽ നിന്നുള്ള ബോർഡുണ്ടല്ലോ, ഈ മസ്കറ്റിലെ ഒരുവിധം വലിയ വലിയ ഫാക്ടറികളൊക്കെ ഈ ഭാഗത്താണ്. റുസൈൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഒരുപാട് കമ്പനികളുണ്ട്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് പെയിൻറ്റ് കമ്പനികൾ, ഒരുപാട് ഫോം ഫാക്ടറികൾ, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അതിൻ്റെ ഒമാൻ്റെ അല്ല മസ്കറ്റിൻ്റെ മെയിൻ ഒരുവിധം വലിയ വലിയ കമ്പനികളൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ്. ഈ റൈറ്റ് സൈഡിൽ ഈ സൈഡ് വലിയൊരു മലയായിരുന്നു. ഇത് ഇടിച്ച് നിരത്തിയിട്ടാണ് ഇവിടെ ഈ ഫാക്ടറികൾ വന്നിട്ട്. വലിയ മലയായിരുന്നു. ഇതിലുള്ള ഞാൻ പണ്ട് ലോഡ് ഇറക്കാൻ വന്നിട്ട് പെയിൻറ്റിലേക്ക് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കൊണ്ട് ഞാൻ വന്നിട്ട് ജോദാ പെയിൻറ്റ് എന്ന് പറഞ്ഞ കമ്പനി കൂടിയാണ്. ഇവിടേക്കാണ് ഒരുപാട് ഫാക്ടറികളുള്ളത്. അവിടേക്ക് വന്നിട്ട് ഇതാണ് റുസൈലിൻ്റെ എൻട്ര്. ഈ റൈറ്റ് സൈഡിൽ കുറേ ടാങ്കറുകൾ കാണില്ല, എനിക്കത് സൂം ചെയ്യാൻ പറ്റില്ല. കുറേ ടാങ്കേഴ്സ്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മസ്കറ്റ് ബ്രാഞ്ചാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. എൻ്റെ കമ്പനിയുടെ പേര് ഞാൻ ട്രൈസ്റ്റാർ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മസ്കറ്റ് ബ്രാഞ്ചിലുള്ള വണ്ടികൾ കയറുന്നത് ഇവിടെ കമ്പനി ഉണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് ഗൾഫ് കൺട്രിയിൽ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ഗൾഫ് കൺട്രിയിൽ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തിലും ട്രൈസ്റ്റാർ തന്നെ പേര്. നമ്മളെ ഈ ദൂരെ വളരെ അറ്റത്ത് കാണുന്നത് കടലാണ് കേട്ടോ. അത് പഴയ റോഡാണ്. ഞാൻ പോണത് ബൈപ്പാസ് റോഡാണ്, 4 വരി പാത. പണ്ടൊക്കെ നമ്മൾ പോയിരുന്ന അപ്പുറത്തെ റോഡ് കൂടെയാണ്, പഴയ റോഡ് കൂടെ. അതിൽ ട്രാഫിക് കൂടുതലാണ്. അത് ലാസ്റ്റ് കാണുന്നത് കടലാണ്. ലാസ്റ്റ് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. അത് ആ ഏരിയ സോഹാർ എന്ന് പറയും. സോഹാർ എന്ന് പറഞ്ഞ ഏരിയ ആണത്. അവിടെയുണ്ട് ചെറിയൊരു പോർട്ട് സോഹാറിൽ. ചെറുതല്ല, ഒരു നോർമൽ വലിയ ഷിപ്പൊക്കെ വരുന്നതാണ്. ചെറിയ പോർട്ടായാലും അത്ര ചെറുതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതൊരിക്കൽ ആ പോർട്ടിൽ പോയിട്ടില്ല. എല്ലാവരും പറയാറുണ്ട് വലിയ ഷിപ്പൊക്കെ വരുന്ന സ്ഥലമാണ്. ഇത് നേരെ കാണുന്ന സൈൻ ബോർഡാണ് സോഹാർക്കുള്ളത്. സുഹാർ എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട്. സുഹാർ എന്നല്ല ശരിക്കും എല്ലാവരും സോഹാർ എന്ന് പറയണം. എനിക്ക് പോകേണ്ടത് റോഡ് സ്ട്രൈറ്റ് ലീവ ഷീനാസ്. ആ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അത് സോഹാർ ഏരിയ ആണ്. ഒരുപാട് വീടുകളുടെ ഭാഗത്ത് വളരെ ദൂരത്ത് ഒരുപാട് വീടുകളുണ്ട്. ഈ എക്സിറ്റ് കൂടെ പോകണം. സുഹാർ ഒമാൻ്റെ ബോർഡറും UAE ബോർഡറും ഞാൻ ഇപ്പോൾ ഓൾറെഡി ക്രോസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ UAEയിലേക്ക് തന്നെ ഇന്നായി. ഓക്കെ, വെൽക്കം ടു ഖത്ത. ഓൾറെഡി ഞാൻ UAEയിലേക്ക് ഇന്നായി. ഇനി ഇവിടുന്ന് എനിക്കൊരു 2.5 മണിക്കൂർ ദൂരമുണ്ട് എനിക്ക് ദുബായ് എൻ്റെ കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക്. കമ്പനി നിൽക്കുന്നത് ദുബായിൽ ജബൽ അലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് 2.5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്, എനിക്ക് കാറിന് പോകാൻ 20 മിനിറ്റ് പോയി. എൻ്റെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ ഓൾറെഡി എൻ്റെ കമ്പനിയുടെ ഉള്ളിൽ വന്നു കേട്ടോ. കമ്പനിയുടെ ഉള്ളിൽ ഇതൊന്നും വീഡിയോ അലോഡല്ല. എന്നാലും ഞാൻ രാത്രി ആയതുകൊണ്ട് ആരും കാണേണ്ട എടുക്കുകയാണ്. ഇതൊക്കെ എൻ്റെ കമ്പനിയിലുള്ള വണ്ടികളാണ്.
ഇതിപ്പോൾ ജസ്റ്റ് എത്തിയുള്ളൂ. വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത്. വേറെ കമ്പനിയിലെ ഉൾവശമാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാട് വണ്ടികളുണ്ട് എൻ്റെ കമ്പനിയിൽ. ഉണ്ടല്ലേ, ഒരുപാട് വണ്ടികൾ. ഞാൻ ഓൾറെഡി വണ്ടി പാർക്ക് ചെയ്തു. ഈ നേരെ കണ്ട് വർക്ക്ഷോപ്പാണ് കേട്ടോ, കമ്പനി വർക്ക്ഷോപ്പാണ്. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്ത നേരത്താണ് വീഡിയോ എടുക്കുന്നത്. കണ്ട പ്രശ്നമാണ്, എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുന്നത് മാത്രമേ. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ട്രൈസ്റ്റാറിൻ്റെ ജബലലി. എൻ്റെ ഈ ലോങ് ഒരു വീഡിയോ 6 days ഒരു വീഡിയോ ആണ്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 50 minutes ഉണ്ടാവും ഈ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വലിയ ട്രക്കിംഗ് വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും. കൂട്ടത്തിൽ ട്രാവൽ വ്ളോഗും ഉണ്ടായതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.